ഒരു അരമണിക്കൂർ അടുപ്പിച്ച് വെറുതെ നിൽക്കാത്ത ഒരു ഫുൾ ഓഫ് ഡേ കണ്ടാലോ. അതൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ റെഡി ആയിട്ട് പള്ളിയിലേക്കാട്ട് പോയത്. രാവിലെ തന്നെ ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ ഫിച്ചൊക്കെ നടത്തി പള്ളിയിലൊക്കെ പോയിട്ട് എനിക്കൊരു കൊളാബ് വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് ഇന്ന് മരിയമ്മോളുടെ ആൻറ്റീസിന്റെ ബർത്ത്ഡേ ആട്ടോ. സോ അവളുടെ ഓർഡർ ചെയ്ത് കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ചേട്ടൻ്റെ അടുത്തോട്ടാണ് പോയത്. അവിടെ എത്തി നേരെ മരിയമ്മക്ക് നമ്മളെല്ലാവരുടെ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവള് ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഫസ്റ്റ് ഞാൻ എന്റെ ഗിഫ്റ്റ് കൊടുത്തു, അച്ചാച്ച ഗിഫ്റ്റ് കൊടുത്തു, അതുപോലെ അമ്മ ഗിഫ്റ്റ് കൊടുത്തു, പിന്നെ ലാസ്റ്റ് കുട്ടൻ വരെ ഗിഫ്റ്റ് കൊടുത്തു. ഇതിൽ അവർക്ക് നല്ല ഹാപ്പി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയത് കേക്ക് കട്ട് ചെയ്തു. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോകാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കേക്കൊക്കെ കട്ട് ചെയ്ത് എൻജോയ് ചെയ്ത് പ്രാർത്ഥിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ചേട്ടനാണെങ്കിൽ കുറച്ച് തേങ്ങയല്ല ചക്കയൊക്കെ ഇട്ടിട്ട് ഞാൻ മനീഷനെയും കൂട്ടി അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നേരെ പോയത് പൂനൂർ നൂബി എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ്. അങ്ങനെ അനക്കയുടെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോവാ. കുറെ കാലമായിട്ട് ആളെ കണ്ടിട്ട്, കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു വട്ടം അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആഫ്റ്റർ എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ കാണുന്നത്. ഞാനും മനീഷ എന്നൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞിലേ തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ്. ആ ഒരു കൊണ്ട് നമ്മൾ വിളിക്കുക പറയാൻ വേണ്ടി ഒന്നുമില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റിൽ നല്ലൊരു കണക്ഷൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പോയിന്റ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വന്നതാണെങ്കിലും എന്റെ കണ്ണ് മുഴുവൻ പോകുന്ന ഈ ഗേൾസിന്റെ കളക്ഷനിലോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മള് ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്തിട്ട് നേരെ ഇറങ്ങിയപ്പോഴത്തേക്കും പെരും മഴ. ഉച്ചയ്ക്ക് ഇറങ്ങി ഞങ്ങൾ അവളുടെ വീട്ടിലെത്തുന്ന ആക്ച്വലി പെരും മഴയത്ത് വൈകുന്നേരം ആയപ്പോഴാണ്. കുറേ വർത്താനം പറഞ്ഞു കേട്ടോ. എത്ര പറഞ്ഞാലും തീരത്തില്ല. ഞങ്ങൾ പണ്ട് നമ്മുടെ ചേച്ചിമാർക്ക് കുട്ടി ഉണ്ടായപ്പോൾ നമ്മള് കുട്ടികളായിരുന്നു. നമ്മൾ ഇറക്കൊരു അതിന്റെ അടുത്തെത്തി. ഓഹ് കാലം പോകുന്ന പോക്കെ. അപ്പൊ ഓക്കെ ബൈ.